സുഹൃത്തുക്കളെ, ഇന്ന് ബെർലിൻ്റെ ഉള്ള പോസ്റ്റ് ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ളൊരു പാർക്ക് കാണാൻ പോണ വീഡിയോ ആണ്. മെട്രോയിലാണ് പോണത്. ഇത് മെട്രോയുടെ ടിക്കറ്റ് എടുക്കുന്ന മെഷീനാണ്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ ഈ മെഷീനിൽ വെച്ചിട്ട് അത് പഞ്ച് ചെയ്യണം. അത് പഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ മെട്രോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യണം. ഇവിടെ ബോർഡിൽ 1 മിനിറ്റ് കഴിഞ്ഞാൽ മെട്രോ വരുന്ന എഴുതി കാണിക്കുന്നുണ്ട്. പോസ്റ്റ് ഡാമിൽ പോകേണ്ട മെട്രോ. നമ്മളവിടെ ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ബസ്സിൽ പോകണം. അപ്പോൾ മെട്രോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ ഈ വരണ മെട്രോയിലാണ് നമുക്ക് പോകേണ്ടത്. മെട്രോയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മളങ്ങനെ മെട്രോയുടെ ഉള്ളിലേക്ക് കയറി. നല്ലൊരു വൃത്തിയുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു മെട്രോ ആണ്. പഴയതാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മളവിടെ പോസ്റ്റ് ഡാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിറങ്ങി. ഇത് മെട്രോയുടെ പുറത്തുള്ള കാഴ്ചകളാണ്. ട്രാമും ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ബസ് സ്റ്റേഷൻ കൂടിയാണ് ഇതിൻ്റെ പുറത്ത്. ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. നമ്മൾ എന്നിട്ട് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലൊന്ന് കയറി. ഇതൊരു ഷോപ്പിംഗ് സെൻറ്റർ പോലെ ഒരുപാട് ഷോപ്പുകളും റെസ്റ്റോറൻറ്റും ഷവർമ, ബർഗർ എല്ലാം കിട്ടുന്ന കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മളൊരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ കയറിയൊരു ഫീലാണ് നമുക്കുണ്ടാവുക. അങ്ങനെ അവിടെ ഒന്ന് കറങ്ങി ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ബസ് കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ബസ് ഇവിടെ വരും. കുറച്ച് നേരം നിന്നപ്പോഴത്തേനും ബസ് വന്നു. ഇതാ ഈ വരുന്ന ബസ്സിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇവിടെ നിന്നൊരു 10 മിനിറ്റത്തെ യാത്ര ഉണ്ട്. ഈ ബസ് ഓടിച്ചിരുന്നത് ഒരു ലേഡിയാണ്. ഇവിടെ ഒരുപാട് ലേഡി ഡ്രൈവർമാർ ഉണ്ട്, വലിയ ബസ്സും എല്ലാം ഓടിക്കുന്ന. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന് സിറ്റിയുടെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിൻ്റെ ഉള്ളിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഒരു 10 മിനിറ്റത്തെ യാത്ര ഉണ്ട്. ഇവിടെ കണ്ടൊരു കാഴ്ച, ട്രാമും ബസ്സും എല്ലാം ഒരേ ട്രാക്കിലൂടെയാണ് പോണത്. ആദ്യൊരു ബസ് പോയി, അതിൻ്റെ പിറകിൽ ഇതാ ട്രാം വരുന്നു. ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിലും ഞങ്ങളുടെ ബസ്സിൻ്റെ പിറകിലൊരു ട്രാം വന്നുകൊണ്ടിരുന്നായിരുന്നു. സിറ്റിയുടെ ഉള്ളിൽ കൂടെയാണ് പോണത്. ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ട്രാമുകളും ഒരുപാട് പോകുന്നുണ്ട്. തലങ്ങും വിലങ്ങും ട്രാമും ബസ്സൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റായിട്ട് ഇതൊരു ട്രാം പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ നിന്ന് ഇനിയൊരു 5 മിനിറ്റും കൂടി യാത്ര ഉണ്ട് പാർക്കിൻ്റെ സ്റ്റോപ്പിലേക്ക്. ഞങ്ങളങ്ങനെ അവിടെ പാർക്കിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ ചെന്നിറങ്ങി. ബസ് ഇതാ പോകണം. ആ കാണുന്നതാണ് പാർക്കിൻ്റെ എൻട്രൻസ്. എൻട്രൻസിലേക്ക് നടക്കുന്ന ആ വഴി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വഴിയാണ്. നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു സ്തൂപം പോലുള്ളൊരു ബിൽഡിങ് കാണാൻ പറ്റി. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടുന്ന് ഇപ്പുറത്ത് കൂടെ 2 എൻട്രൻസ് ഉണ്ട്. ഇതിനെ നമുക്ക് കയറാം. അപ്പുറത്ത് മെയിൻ എൻട്രൻസ് ഉണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നേരെ മെയിൻ എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോയി ഉള്ളിൽ കയറി. ഇത് പാർക്കിൻ്റെ ഉള്ളിലുള്ളൊരു ബിൽഡിങ്ങാണ്. ചൈനീസ് ഹൗസ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പണ്ടത്തെ ചൈനയിലെ വീടുകൾ പോലത്തെ മാതൃകയിലുള്ളതാണെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റും ഒരുപാട് സ്വർണ്ണ കളറിലുള്ള ഒരുപാട് പ്രതിമകൾ കാണാനുണ്ട്. ഈ റൗണ്ടായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. അതിൻ്റെ ചുറ്റും പ്രതിമകളുണ്ട്. ഒരുപാട് പ്രതിമകൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ പാർക്കിൻ്റെ ഉള്ളിലുണ്ട്. ഏക്കർ കണക്കിനായിട്ട് കിടക്കുന്ന ഒരു പാർക്കാണ്. ഒരുപാട് നടക്കാനുണ്ട്, കാഴ്ചകൾ കാണാൻ. ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ. ഇത് അതിലൊരു ബിൽഡിങ്ങാണ്. നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഈ പാർക്കിൽ. ഇവിടെ ഒരുപാട്
പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുറ്റും ഓരോ ഫില്ലറിൻ്റെ അടുത്തും ഒരുപാട് പ്രതിമകൾ കാണാം. ഒരു വലിയ ഏരിയ തന്നെയാണ് ഈ പാർക്ക്. ഇവിടെ ഒരു വലിയൊരു ഫൗണ്ടനും ഉണ്ട്. നമുക്ക് ഫൗണ്ടന് ചുറ്റും ഒരുപാട് പ്രതിമകളും കാണാം. ഒരുപാട് പ്രതിമകൾ ചുറ്റുമുണ്ട്. അതെല്ലാം നല്ല വെള്ള കളറിൽ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതുപോലെ ഇരിക്കാനും നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ, ഒരുപാട് കാഴ്ചകൾ പാർക്കിൽ കാണാനുണ്ട്. ഫുൾ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട്